ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷാസ് ജേർണൽസ്. നാളെ നമ്മളെ വീട്ടിൽ ചെറിയൊരു ഇഫ്താർ പാർട്ടി ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ വീടും ഫാമിലിയൊക്കെ വിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഫാമിലി എന്ന് പറയാനുള്ളത്. ഏത് സമയത്താണെങ്കിലും എന്താവശ്യത്തിനും ഓടിയെത്താൻ ഇവരെ പോലത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉള്ളതാട്ടോ ബ്ലെസ്സിങ്. നാളെ നമ്മൾ ഇവിടുത്തെ ഈ ചെറിയ ഫാമിലിക്ക് വേണ്ടിയിട്ട് വീട്ടിലൊരു ഇഫ്താർ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രോസറി ഷോപ്പിംഗ് ആയിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. ഇറങ്ങുന്ന സമയത്ത് ഇവർക്കും കൂടെ കുറച്ച് സാധനം വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിറങ്ങി. അൽറായിലുള്ള ലുലുവിലേക്കാണ് കേട്ടോ നമ്മൾ വന്നത്. ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ലുലു എക്സ്പ്രസ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ഇത്ര ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മെയിനായിട്ട് സാധനം വാങ്ങിക്കാൻ വരുമ്പോൾ പൊതുവേ ഇങ്ങോട്ട് തന്നെയാണ് വരാറ്. അങ്ങനെ ഞങ്ങളിത് ലുലുവിലെത്തി ട്രോളിയൊക്കെ എടുത്ത് ലുലുവിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ലുലുവിലേക്ക് കയറുന്ന വഴി തന്നെ കുറേ കുട്ടി ഷോപ്സ് ഉണ്ട് കേട്ടോ. ഇലക്ട്രോണിക്സ് ഐറ്റംസ്, ഡ്രസ്സസ്, അങ്ങനെയൊക്കെ. ഈദായതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മെഹന്തിയൊക്കെ കാണാനുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് മെയിനായിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ചിക്കന്, ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ആട്ടോ വേണ്ടത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വലയം വെക്കൽ മസ്റ്റാണ്. അതുകൊണ്ട് എല്ലാ ഭാഗവും കറങ്ങിയിട്ടാട്ടോ പോകുന്നത്. എൻ്റെ കയ്യിലുള്ള ബിരിയാണി റൈസ് തീർന്നുണ്ടായിരുന്നേ. ഞങ്ങൾ ജീരകശാല റൈസാണ് എടുക്കാറ്. അപ്പോൾ അതൊരു 5 kg എടുത്തു. ഇത് ടൂണയുടെ ടിൻ ഫിഷ് ആണ് കേട്ടോ. പെട്ടെന്ന് കറി വെക്കാനൊന്നുമില്ല തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇത് ഡെക്കറേറ്റീവായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ സെർവ് ചെയ്യാനും പിന്നെ അതുപോലെ ഈത്തപ്പഴം, നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ പറ്റുന്ന അടിപൊളി കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം വലിയ ഏരിയ തന്നെയാണ് കേട്ടോ. നടക്കാൻ ഒത്തിരി ഉണ്ട്. മാക്സിമം ഒരു 1.5 മണിക്കൂർ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്പെൻഡ് ആവും മൊത്തം കറങ്ങി തിരിഞ്ഞ് കാണുമ്പോഴേക്കും. ഞങ്ങൾ കുറച്ച് ഡിസ്പോസിബിൾ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ എടുത്ത് പിന്നെ നമുക്ക് വാങ്ങിക്കേണ്ട കാര്യങ്ങൾ ഒരു ലിസ്റ്റ് ഇട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം സമയം ഇതിനകത്ത് തന്നെ പോവും. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെറിയൊരു ലിസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ഏകദേശം എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത്, എന്തൊക്കെ ഐറ്റംസാണ് നാളെ പ്രിപ്പയർ ചെയ്യുന്നതെന്നനുസരിച്ച് അതിന് വേണ്ട വീട്ടിലില്ലാത്ത സാധനങ്ങളൊക്കെ നോക്കിയിട്ട് ചെറിയൊരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്മൂത്തായിട്ട് എടുക്കാൻ പറ്റി. അജുവിൻ്റെ ഫോണിലാണ് നമ്മൾ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അൽമറായിൻ്റെ മിൽക്കാണ് കേട്ടോ ഞങ്ങൾ പൊതുവെ എടുക്കാറ്. ഇതിൻ്റെ ഒരു ടേസ്റ്റാണ് ഞങ്ങൾക്ക് പൊതുവെ പിടിക്കാറ്. അങ്ങനെ അതെടുത്ത് പിന്നെ എഗ്ഗ് എടുക്കുമ്പോൾ പൊതുവേ ഇങ്ങനെ ട്രേ ആയിട്ട് തന്നെ കേട്ടോ എടുക്കാറ്. സിംഗിൾ പീസ് വാങ്ങിക്കുമ്പോൾ നമുക്ക് നഷ്ടമായിട്ട് തോന്നും. പിന്നെ ലുലുവിൻ്റെ ബീഫ് എടുത്ത്. ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ആപ്പിൾ തന്നെ ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഓഫ് ആപ്പിൾസും ഒരുപാട് കൺട്രീസിൽ നിന്ന് വരുന്ന ആപ്പിൾസ് ഉണ്ടായിരുന്നേ. ഫ്രൂട്ട്സിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ലിസ്റ്റ് ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവിടെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഐറ്റംസൊക്കെ പെറുക്കിയെടുത്ത്. അങ്ങനെ ഏകദേശം എല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ ഫിഷിൻ്റെ ഏരിയയിലേക്ക് വന്നു കേട്ടോ. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. വലിയ വലിയ മീനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് സാൽമണാണ്. മത്തി, അയില, കോര അങ്ങനെ ഒരുവിധം എല്ലാ മീനും ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഞാനിതാ 2-3 ലേസ് എടുത്തിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും എടുത്ത് നേരെ ബില്ലിംഗ് കൗണ്ടറിലോട്ട് കയറി കേട്ടോ. ഓരോന്ന് എടുത്ത് വന്നപ്പം വിചാരിച്ചതിനേക്കാളും ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എല്ലാ ഷോപ്പിംഗ് മോളിലും ഏകദേശം യാഹലാൻ്റെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കൂപ്പൺ കിട്ടും കേട്ടോ. 10 kg പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൂപ്പൺ വീതമാണ് കിട്ടുക. അങ്ങനെ ബില്ലടിച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 3 കൂപ്പൺ കിട്ടി. അപ്പോൾ അത് ഫില്ല് ചെയ്ത് ബോക്സിൽ കൊണ്ടിട്ടു കേട്ടോ. ജാനുവരി മുതൽ മാർച്ച് 31 വരെയാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. എല്ലാ വീക്കെൻഡും അവർ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 12 ലക്ഷറി കാർസാണ് അവർ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് ബോക്സിനകത്തിട്ട് ഞങ്ങളിത് ആ സാധനങ്ങളായിട്ട് കാറിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലുലു മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുവിധം എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി ഞങ്ങളിതാ വീട്ടിലോട്ട് തിരിച്ചു കേട്ടോ.
നാളെ അജുവിന് വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇന്ന് തന്നെ സെറ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നാളെ ടാസ്ക് ആവും. അപ്പം ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ചിക്കനും ബീഫൊക്കെ വെള്ളത്തിലിട്ട് അജു അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യായിരുന്നു. ആ സമയം ഞാൻ പ്രോൺസൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന്. പ്രോൺസ് അവർ ക്ലീൻ ചെയ്ത് തരും കേട്ടോ, പക്ഷെ അവർ തല ഒഴിവാക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ കൊടുക്കാറില്ല. അജുത ബീഫൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ചിക്കന് ബീഫ് പ്രോൺസൊക്കെ ഫ്രിഡ്ജിനകത്ത് കയറ്റിയിട്ടോ. പിന്നെ പച്ചക്കറിയിലോട്ട് കടന്നു കേട്ടോ. സവാളൊക്കെ അരിഞ്ഞ് വെച്ച് ക്യാരറ്റ്, പൊട്ടറ്റോ, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കിയൊക്കെ വെച്ചു കേട്ടോ. രാവിലെ ഒരു 10 മണിയായപ്പോൾ ഞാൻ കിച്ചണിൽ കയറി കേട്ടോ. 3 മണിയൊക്കെ ആവും അജു എത്താൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഒരുവിധം എല്ലാം കഴിയണം. അങ്ങനെ ഞാൻ സ്നാക്സിനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കാൻ തുടങ്ങി. മസാലയൊക്കെ പുരട്ടാനുള്ളതൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ച് അങ്ങനെ ഒരു ഭാഗത്ത് മസാലയും മറ്റേ ഭാഗത്ത് ഇതാ ഗീ റൈസും സെറ്റ് ആവുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ലച്ചു വന്നിട്ടോ എന്തായിന്ന് വെച്ചിട്ട്. അപ്പോൾ അവൾക്ക് 2 പണിയൊക്കെ കൊടുത്തു. പുറത്തുനിന്നൊന്നും വാങ്ങിക്കുന്നില്ല കേട്ടോ, എല്ലാം ഇവിടെ തന്നെ കുക്ക് ചെയ്യാണ്. അങ്ങനെ സ്നാക്സിൻ്റെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞ് ഇനി പൊരിച്ചെടുക്കാനും കൂടെ ഉള്ളൂ. പത്തിരി കുഴച്ച് വെച്ചപ്പോഴേക്ക് അമലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഫുള്ളൊരു ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ. മര്യാദയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 3:30 ആയപ്പോൾ അജുവും കൂടെ എത്തി. അങ്ങനെ സ്നാക്സൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. സ്നാക്സായിട്ട് ബീഫ് കട്ട്ലറ്റ്, ചിക്കൻ സമൂസ, ഉന്നക്കായ, ബ്രെഡ് പൊരി, മുട്ട മറിച്ചതായിരുന്നു കേട്ടോ. ചിക്കൻ സ്റ്റൂ ആയോണ്ടിരിക്കുന്നുണ്ട്. സ്നാക്സൊക്കെ റെഡിയാക്കി വെച്ച് എല്ലാവരും എത്തി കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ തുറന്നു. ഐഷും സലിക്ക എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവർ ബ്ലോക്കിൽ വിട്ടുകൊണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് നോമ്പൊക്കെ തുറന്നു. അങ്ങനെ അവർ പള്ളിയിൽ പോയപ്പോഴേക്കും ഇവിടെ പിള്ളേർ സെറ്റ് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ കളി ഒരുവിധം ആയപ്പോഴേക്കും പള്ളിയിൽ പോയവരൊക്കെ തിരിച്ചെത്തി കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പയ്യെ ഞങ്ങൾ പുറത്തേക്ക് നടക്കാൻ ഇറങ്ങി കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് ലൈം സോഡൊക്കെ കുടിച്ച് അബ്ബാസിയെ കൂടെ തെണ്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, ഒരു കുട്ടി ഇഫ്താറായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.